നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു പേഷ്യൻ്റ് വന്നിട്ടുള്ള ആൾക്ക് നല്ല രീതിയിലുള്ള ഹെയർ ഫോളാണ്. ഈ ഹെയർ ഫോൾ ഉണ്ടാവാനൊരു കാരണവും കൂടിയുണ്ട്. അതെന്താ വെച്ചാൽ ആളിപ്പം അടുത്തായിട്ട് ഒരു സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സ്മൂത്തനിങ്, ബൊട്ടോക്സ് പോലത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഹെയർ ഫോൾ കൂടിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായതൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ പലർക്കും സ്കാൽപ്പിലായിരിക്കും ഇഷ്യൂസ് ഉണ്ടാവുക. അപ്പോൾ സ്കാൽപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ അതാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാതെ വരുന്ന സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് കാണുന്നത്. പിന്നെ ഹീറ്റിംഗ് കൂടിപ്പോയ പ്രശ്നങ്ങൾ. അപ്പോൾ ഇയാളുടെ കാര്യത്തിൽ നമുക്ക് കണ്ടാലറിയാം, ഇയാൾക്ക് ഇപ്പോൾ ഹീറ്റിംഗ് കൂടിപ്പോയതിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് ബ്രേക്കേജ് വന്നിട്ടുണ്ട്. അതായത് ഹെയർ പൊട്ടിപ്പോയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, കറക്റ്റ് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് എല്ലാ മുടികളും എല്ലാ ഹെയർസും പൊട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സ്കാൽപ്പിനും കൂടി നമ്മൾ ബലപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന കാര്യം, നമ്മൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. ഇഷ്യൂസ് എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫ് നോക്കിയിട്ട്, അല്ല ഇനി വേറെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതും കൂടി നോക്കിയിട്ട് അതിന് കൃത്യമായിട്ട് എന്താണ് റീസൺ എന്നുള്ളത് നോക്കി അതിനുള്ളിലേക്കും കൂടി മരുന്ന് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എക്സ്റ്റേണലി ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സ്, പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആയിട്ടും ഹെയർ സ്പാ ആയിട്ടും എല്ലാം നമ്മൾ ഹെർബൽ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇയാൾക്ക് നമ്മൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇയാളോട് ചോദിച്ചു നോക്കാം എന്താണ് ഇയാൾക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഹെയർ ഫോൾ ഉണ്ടായത്, കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്ത് പറ്റി? അത് സ്മൂത്തിങ് ചെയ്തപ്പോ കൂടുതൽ ഓവർ ഹീറ്റ് ആണ്, എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ മുടി ഇങ്ങനെ പൊട്ടിപ്പോവാൻ തുടങ്ങി അല്ലേ? ഓക്കെ. ഹെയർ ഫോളോ? അത് നല്ല മുടി കൊഴിയുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നല്ലതായിട്ട് സ്കാൽപ്പ് നല്ല വിസിബിൾ ആണ്. അപ്പോൾ സ്കാൽപ്പൊക്കെ ഒന്ന് ക്ലിയർ ആയി ഹെയർ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ട് നമുക്ക് ഹെയർ ഫോൾ ഒക്കെ കൂടി വരുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മളുമായി കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള കൺസൾട്ടേഷനും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്